വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചിത്രം നമ്മുടെ മനസ്സിലുള്ളത് അദ്ദേഹം ഒരു ധീരനായ പടയാളിയായി വന്ന് വലിയൊരു വ്യാളിയെ കുത്തിമലർത്തുന്നതാണ്. ഗീവർഗീസ് റോമൻ പട്ടാളക്കാരനായിരുന്നു. ക്രിസ്ത്യാനിയായതുകൊണ്ട്, ധീരനായ ക്രിസ്ത്യാനിയായിരുന്നതുകൊണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രൂരമായ മതമർദ്ദനം നേരിട്ട് ജീവൻ വെടിഞ്ഞ രക്തസാക്ഷിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള പ്രത്യേകമായ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായ അത്ഭുത സംഭവങ്ങളുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രശസ്തമായിരിക്കുന്നത് ഇപ്രകാരം ഈ വ്യാളിയെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കി ഒരു ജനതയെ മുഴുവൻ രക്ഷിച്ചു എന്നുള്ളതിലാണ്. ധീരനായ ഒരു വ്യക്തിക്ക് മാത്രമേ രക്തസാക്ഷിത്വം വരിക്കാൻ സാധിക്കത്തുള്ളൂ. ഭീരുക്കളൊന്നും ഒരിക്കലും മരിക്കേണ്ടി വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭൗതികമായ രീതിയിൽ ഭീരുക്കൾ ആരും മരിക്കുകയില്ല. അവർ പറയും, ഇല്ല ഞാൻ ക്രിസ്ത്യാനിയല്ല, എന്നെ കൊല്ലണ്ട എന്നങ്ങ് പറഞ്ഞേക്കും. ഈശോയെ ഏറ്റു പറഞ്ഞാൽ നിന്നെ വധിക്കുമെന്ന് പറഞ്ഞാൽ ഭീരുവാണെങ്കിൽ പറയും, ഇല്ല ഞാൻ ഈ ക്രിസ്ത്യാനി അല്ല എന്നങ്ങ് പറഞ്ഞ് ജീവൻ രക്ഷിക്കും. എന്നാൽ ധൈര്യമുള്ളവൻ അവൻ്റെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകും. ഭീരുക്കളെക്കുറിച്ച് പറയുന്നത് അവർ ജീവിക്കും, പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലാണ്. അവർക്ക് സത്യം പറയാൻ പറ്റുകയില്ല, അവരെന്താണെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവർ അനേകം പ്രാവശ്യം മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ധൈര്യമുള്ളവൻ ഒരു പ്രാവശ്യം മരിക്കുകയുള്ളൂ. അത് നല്ല അന്തസ്സുള്ള മരണമായിരിക്കും. ഏതായാലും വിശുദ്ധ ഗീവർഗീസ് സത്യത്തിന് സാക്ഷ്യം വഹിച്ച് ധീരനായ രക്തസാക്ഷിയായി ജീവൻ വെടിഞ്ഞു. ഈ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കൃപയാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? എന്നോടൊരു ചെറുപ്പക്കാരൻ പയ്യനൊരു പ്രാവശ്യം ചോദിച്ചു, പിതാവേ, ഈശോയിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും? നമ്മളെ എപ്പോഴും അങ്ങനെയാണല്ലോ ചോദ്യം. നമുക്ക് എന്നാ ഗുണമുണ്ട് ഇതുകൊണ്ട്? ഈ പള്ളിയിലൊക്കെ വന്നാൽ നമുക്ക് എന്നാ കിട്ടും? ഈശോയിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഈ ലോക ജീവിതത്തിൽ ജീവിക്കാനുള്ള ധൈര്യവും പരലോകത്ത് നിത്യജീവനും നിനക്ക് കിട്ടും. വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. ഈ ലോക ജീവിതത്തിൽ ധൈര്യമായിട്ട് ജീവിക്കാനുള്ള, ജീവിതത്തെ നേരിടാനുള്ള ധൈര്യം നിനക്ക് ലഭിക്കും. അതുപോലെ നിത്യജീവനും നമുക്ക് ലഭിക്കും. ധീരതയോടെ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ട ഒരു പ്രത്യേകമായ കൃപയാണ്. ധൈര്യം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ രണ്ടെണ്ണം തിരിച്ചു പറയുക, അല്ലെങ്കിൽ എല്ലാവരോടും വഴക്കിന് പോവുക, ഇതൊന്നുമല്ല. ഭീരുക്കളാണ് വഴക്കിനൊക്കെ പോകുന്നത്, പേടിപ്പിക്കുക എല്ലാവരും. ധൈര്യമുള്ളവൻ നല്ല ആഴമുള്ള വെള്ളം പോലെയാണ്. അവനങ്ങനെ ഉള്ള ബഹളമൊന്നും ഉണ്ടാകത്തില്ല. അവൻ നല്ല മിടുക്കനായിട്ട് അന്തസ്സായിട്ട് ആഢ്യതത്തോടെ ജീവിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അങ്ങ് നേരിടും, അത്ര തന്നെ. കൂടെ കർത്താവുണ്ടല്ലോ, പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ധീരതയോടെ ജീവിതത്തെ നേരിടാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആഴമായ വിശ്വാസമുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ വിശ്വാസം കത്തി നിന്ന കാലത്ത് രക്തസാക്ഷികൾ അനേകരുണ്ടായിരുന്നു. അവർക്ക് അവരുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനൊന്നും മടിയില്ല. കാരണം അവർക്ക് ജീവിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നു. ജീവിക്കാൻ ധൈര്യമുള്ളത് കൊണ്ട് ജീവിക്കുന്ന കാലത്തോളം നല്ല ആർജവത്വത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെയൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരിയേറെ നിരാശ കടന്നു വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവർ, വളരെ പെട്ടെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അഡിക്റ്റായിട്ട് മാറുന്നവരൊക്കെ ഒത്തിരി കൂടുകയാണ്. പ്രത്യാശയില്ലാത്തതിൻ്റെയും ജീവിക്കാൻ ധൈര്യമില്ലാത്തതിൻ്റെയും ലക്ഷണങ്ങളാണ് നമ്മളൊക്കെ ഈ മദ്യത്തിന് അടിപ്പെടുന്നു. ഇപ്പോൾ ലഹരി, നമ്മുടെയൊക്കെ ക്യാമ്പസുകളിലും കുട്ടികളുടെ ഇടയിലും പടരുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ച് നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ജനം ചിന്തിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും ജീവിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. വെള്ളമടിച്ചാലുള്ള ഗുണം എന്താ? കുറച്ചു നേരത്തേക്ക് എല്ലാം മറക്കാം, അത്രയേ ഉള്ളൂ. അവന് ജീവിതത്തെ നേരിടാനും ജീവിതത്തിലെ ആശങ്കകളെയും പ്രശ്നങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കാനും പേടിയായതുകൊണ്ട് കൂട്ടുകൂടി കുറേ നേരം ഒളിച്ചോടുകയാണ്. ഇതാണ് മദ്യപാനം. ലഹരിയാണെങ്കിൽ പറയുകയും വേണ്ട, എടുക്കുന്ന അന്ന് മുതൽ ആ സമയം മുതൽ ഒരു വല്ലാത്ത മയക്കത്തിലാണ്.
യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ലോകത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ഒളിച്ചോടുകയാണ് ജീവിതത്തിൽ നിന്ന്. ജീവിതത്തെ നേരിടാൻ ധൈര്യമില്ല. രോഗമാകാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാം, ചിലപ്പോൾ മക്കളൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ടാവില്ല. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ അതിനെ ഓരോന്നിനെയും കൂടെ നടക്കുന്ന കർത്താവാണ് എൻ്റെ ബലമെന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെ ഞാൻ ഭയപ്പെടണമെന്ന് ചിന്തിച്ച് നല്ല ധൈര്യത്തോടെ ജീവിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രത്യാശ അടിസ്ഥാനപരമായിട്ട് തരുന്നത്, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഉത്ഥാനമാണ്. നമ്മൾ ഉത്ഥിതനായ ഈശോയിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേവലം അതൊരു ചരിത്ര സംഭവത്തെ ഓർക്കുക മാത്രമല്ല, കർത്താവ് ഉത്ഥാനം ചെയ്തു എന്നുള്ളത് കേവലം ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് ഇന്നും ഈ കർത്താവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ ഞാനിതാ മരണത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉത്ഥിതനായ ഈശോ മിശിഹായിലുള്ള വിശ്വാസം നമ്മളെ നല്ല പ്രത്യാശയോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് പ്രത്യാശയോടുകൂടി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം ധീരതയോടെ ജീവിതത്തെ നേരിടാൻ നമ്മളെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിലെ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിത്തരണമെന്നല്ല, മറിച്ച് പ്രശ്നങ്ങളെ നേരിടാനുള്ള ശാന്തതയും കരുത്തും നൽകണമെന്നാണ്. രോഗങ്ങളെല്ലാം മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ശരീരമുള്ളിടത്തോളം നമുക്ക് ഏതെങ്കിലുമൊക്കെ രോഗം ഇപ്പോഴും കാണും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാവും. നമ്മൾ മനുഷ്യരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. മാലാഖമാരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ദൗർഭാഗ്യവശാൽ നമ്മളെല്ലാം മനുഷ്യരായിപ്പോയി, വ്യത്യസ്ത സ്വഭാവക്കാരായിപ്പോയി. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ സാധ്യതകളാണെങ്കിൽ അവിടെയൊക്കെ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാൻ നമുക്ക് കരുത്ത് നൽകുന്നത് ഉദ്ധിതനായ ഈശോയിലുള്ള വിശ്വാസമാണ്. നഷ്ടധൈര്യരാകാതെ ജീവിക്കാൻ സാധിക്കുക. ഈ കുർബാന കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ, വിശുദ്ധനോട് പ്രാർത്ഥിച്ചിട്ട് ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ നമുക്കുണ്ടാവേണ്ട വലിയൊരു കൃപ ജീവിക്കാനുള്ള ധൈര്യമാണ്. ശാന്തതയോടെ, സ്നേഹത്തോടെ, നല്ല ധൈര്യത്തോടെ ജീവിതത്തെ നേരിടാനുള്ള കൃപ ഈ പരിശുദ്ധ കുർബാനയും നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതില്ലാതെ നമ്മൾ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, പ്രത്യാശയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അതൊന്നും നമ്മുടെ ശരിയായ ഭക്തിയുടെ അടയാളമല്ല. വിശ്വാസത്തിൽ ആഴപ്പെടും തോറും കരുത്തുറ്റ ജീവിതവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. യോശുവ പ്രവാചകന്റെ പുസ്തകത്തിലെ യോശുവയോട് കർത്താവ് പറയുന്നില്ലേ, ശക്തനും ധീരനുമായിരിക്കണമെന്നും ആരെയും ഭയപ്പെടരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ? ശക്തനും ധീരനുമായിരിക്കണമെന്നും പരിഭ്രമിക്കരുതെന്നും ഭയപ്പെടരുതെന്നും ഒക്കെ ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ? നമ്മളോട് കർത്താവ് അതാണ് പറയുന്നത്. ശക്തനും ധീരനുമായിരിക്കുക, ജീവിതത്തെ നേരിടുക, ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെയുണ്ട്. ധീരമായ ജീവിതം നയിച്ച് നമുക്കെല്ലാം മാതൃകയായ വിശുദ്ധ ഗീവർഗീസ് സഹദ നമ്മുടെ ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.